ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി ഇനി പലിശക്കാരൻ്റെ കയ്യിൽ അകപ്പെടുകയാണ് കേട്ടോ. മിത്ര ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യം നടത്തിയിരിക്കുന്നു. ഈ ഒരു സംഭവം അറിയുമ്പോൾ പലിശക്കാരൻ പലിശ ചോദിച്ച് അവിടെ എത്തുകയാണ്. ആ സമയം ആരതി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താം, നാളെ എന്തായാലും എന്തെങ്കിലും ചെയ്ത് അവിടെ കൊണ്ടുവന്ന് തരാമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ മിത്ര ഉദ്ദേശിച്ചതുപോലെ തന്നെ നന്ദിനിയെ തേടി ഗുണ്ടകൾ എത്തുമ്പോൾ നന്ദിനിയും ആരതിയും കൂടി അങ്ങോട്ടേക്ക് ഗുണ്ടയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഗുണ്ടയല്ല, പലിശക്കാരനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവരുടെ ഗുണ്ടകളുണ്ട് കേട്ടോ. അപ്പോൾ പലിശക്കാരൻ ആളോട് പറയുകയാണ്, നന്ദിനി സാറേ, എനിക്ക് നാളെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ സമയം തരണം, എനിക്ക് പണം തരുമോ എന്ന് പണം എനിക്ക് തരാൻ ഇന്ന് കഴിയില്ല, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണെന്ന് നന്ദിനി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന അയാൾ പറയുകയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ആളുകൾ വരിക, ആദ്യത്തെ 1-2 പലിശയൊക്കെ അടക്കും, പിന്നീട് പലിശയുമില്ല പണവുമില്ല, അതാണ് അവരുടെ സ്വഭാവം, ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ് കൊച്ചേ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ നന്ദിനിയിൽ അയാൾക്ക് എപ്പോഴോ കണ്ണുണ്ട് കേട്ടോ. കാരണം നന്ദിനി വെച്ചുണ്ടാക്കിയ വിളമ്പിയും അയാളത് കൂടെ കിടന്നൊക്കെ ഒന്ന് പരിചരിച്ചാൽ നന്നായിരുന്നു എന്നൊരു തോന്നലാണ് കേട്ടോ അയാളുടെ കയ്യിലുള്ളത്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ, ദയവ് ചെയ്ത് എനിക്ക് എൻ്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി അതൊന്നും നടക്കത്തില്ല കൊച്ചേ, ഇവിടെ പറഞ്ഞതാണ്, ഇവിടെ പലിശ കിട്ടേണ്ട സമയത്ത് പലിശ തന്നെ കിട്ടണം, പലിശ കിട്ടിയിട്ടില്ല എങ്കിൽ ഈ അതായത് അവൻ്റെ പേര് സുഗുണന അങ്ങനെ എന്തിട്ടോ ആണല്ലോ, എൻ്റെ പേര് സുഗുണനാണെങ്കിൽ എനിക്ക് ഈ പണം വാങ്ങാൻ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ ഒന്നല്ല ഈ പലിശക്ക് പണം കൊടുക്കാനിരിക്കുന്നത്, എനിക്ക് കറക്റ്റ് കിട്ടേണ്ട സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി നന്ദിനിക്ക് പേടിയാവുകയാണ്. അപ്പോൾ അതിനെ പറയുന്നുണ്ട്, സാറേ ഞാൻ പണം എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് തരാം, എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്ന് തരാം. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി ചോദിക്കുക, എവിടെ നിന്ന് കിട്ടാനാണ്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും സൂര്യ സാറിനോട് ചോദിച്ചു നോക്കട്ടെ. അത് കേൾക്കുന്നതിനോടുകൂടി നന്ദിനി ആരെയും അറിയിക്കേണ്ട, പണം എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇയാളോട് ഒന്നും കൂടി നമുക്ക് സംസാരിച്ച് നോക്കാം. അങ്ങനെ നന്ദിനി വീണ്ടും പറയണേ, അതെ ദയവ് ചെയ്ത് നിങ്ങളെനിക്ക് ആ പണത്തിൻ്റെ ഒരു കാലാവധി തരൂ, ഞാൻ നിങ്ങൾക്ക് പണം തരും, ഒരിക്കലും നിങ്ങളുടെ പണവുമായി ഞങ്ങൾ പോവില്ല, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പണം അടക്കാൻ കഴിയാത്തത്, അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ജോലി കണ്ടെത്തി നിങ്ങളുടെ പണം തരാം. എന്തോന്ന് സംസാരം, വേറൊരു ജോലി കണ്ടെത്തി പണം തരാം, ഇതൊക്കെ ആരോടെങ്കിലും ചെന്ന് പറയൂ വച്ചേ, എന്നോട് പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് അയാൾ നന്ദിനിയെ അവിടെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആതിരയെ പുറത്ത് കടത്താണ്. അപ്പോൾ ഉടൻ തന്നെ ആതിരയെ പുറത്ത് കടക്കും. ആതിര പറയുന്നുണ്ട്, നന്ദിനിയെ അവിടെ നിർത്തില്ല, ഇല്ല കൊച്ചേ, എന്ന് പണം തരുന്നോ അന്നേണ് ഇവളെ പുറത്ത് വിടത്തുള്ളൂ, കാരണം ഇവള് പണം തന്നില്ലെങ്കിൽ ഇവളെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, അതുപോലെ ഒരുപാട് സ്ത്രീകൾ അതിനുള്ളിൽ കിടപ്പുണ്ട്, ഇങ്ങനെ പണം വാങ്ങും, പിന്നീട് പണം കൊണ്ടുവരാൻ ആരും ഉണ്ടാവില്ല, അപ്പോൾ അവരുടെ കുടുംബത്തെ ഒരു കൊച്ചിനെ അങ്ങ് പിടിച്ചിടും ഇവിടെ, അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും, എനിക്ക് വെച്ചുണ്ടാക്കി ഊണ്ടും ഊണും ഒക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്കട്ടെ, എൻ്റെ പണത്തിന് എനിക്ക് ഈടാക്കിയല്ലേ പറ്റുള്ളൂ, പലിശ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ അങ്ങ് ചെയ്യുമെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന അതിന് പറയണേ, ദയവ് ചെയ്ത് നന്ദിനിയെ പുറത്ത് വിടും. അപ്പോഴേക്കും ഗുണ്ടകൾ നന്ദിനിയെ പിടിച്ച് വലിച്ച് റൂമിനുള്ളിലോട്ട് ആക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയാണെങ്കിലും എന്നെ വിടൂ എന്നൊക്കെ നന്ദിനി പറയും, പക്ഷെ ആ വാക്കുകൾക്കൊന്നും അയാൾ വില കൊടുക്കത്തില്ല. അങ്ങനെ ആതിരാകെ ടെൻഷനാവുകയാണ്, നന്ദിനിയെ ഉള്ളിലോട്ട് കയറ്റുകയും തന്നെ പുറത്തിറക്കുകയും ചെയ്തു കേട്ടോ. അതോടുകൂടി ഈശ്വര, നന്ദിനിക്ക് ഇനി എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് പേടിയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഞാനിനി എന്താ ചെയ്യുക എന്നറിയാതെ നന്ദിനി ഉള്ളിലിട്ടിരിക്കുകയാണല്ലോ. അയാൾ നന്ദിനിയെ എന്തെങ്കിലും ചെയ്യുമോ, ശാരീരിക ഉപദ്രവം എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിൽ പെട്ടെന്ന് സൂര്യക്ക് വിളിക്കുകയാണ്. എത്ര വിളിച്ചിട്ടും സൂര്യയെ കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും സൂര്യക്ക് വിളിക്കുകയാണ്. അപ്പോൾ സൂര്യ, ആതിരെ നിനക്ക് എന്താ വേണ്ടത്, എനിക്ക് പെട്ടെന്ന് സൂര്യയെ ഒന്ന് കാണണം, അതിനെന്താ, എങ്ങോട്ടാണ് ഞാൻ വരേണ്ടത്, നന്ദിനി എൻ്റെ അരികിലില്ലേ, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ നടക്കുകയാണ് ഞാൻ, മിത്ര അഭിനയിക്കുകയാണ്, അവൾ ICUവിൽ അഭിനയിച്ച് കിടക്കുകയാണ്, അവളുടെയൊക്കെ അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് പൊളിച്ചെടുക്കാൻ ഈ സൂര്യക്ക് നന്നായിട്ട് അറിയാം. സൂര്യ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സൂര്യ അത് പൊളിച്ചെടുക്കുമെന്ന് പറയാനിട്ട്. അത് കേൾക്കുന്ന ഏട്ടനൊന്ന് എൻ്റെ അടുത്തോട്ട് വാ, ഒരു പ്രശ്നമുണ്ട് ഏട്ടൻ, പെട്ടെന്ന് വാ എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യ, ശരി ഞാൻ എത്തിയേക്കാം എന്ന് പറഞ്ഞ് സൂര്യ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് സൂര്യ അവിടെ നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുമോ, നന്ദിനി അവിടെ നിന്ന് ചോദിച്ചതിന് മറുപടി അവൾ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആതിരയുടെ അടുത്തോട്ട് എത്തണം. അപ്പോൾ ആതിരയോട് ചോദിക്കുകയാണ്, നന്ദിനി എവിടെ, ആതിരെ നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ അവൾ എവിടെ പോയി എന്ന് ചോദിക്കുക. അവൾ അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവില്ലേ എന്നും സൂര്യ പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി, അയ്യോ അവളുടെ വീട്ടിലോട്ടൊന്നും പോയതല്ല, അവൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പിപ്പിടിക്കുമ്പോൾ, എന്താ ആതിരെ പറയാനുള്ളത് പെട്ടെന്ന് പറ, എന്താ നന്ദിനിക്ക് വല്ല ആപത്തും സംഭവിച്ചോ,
ആപത്ത് സംഭവിച്ചു എന്ന് പറയാം കേട്ടോ. എന്ത് ആപത്തോ? അതെ, നന്ദിനിക്ക് ആപത്ത് സംഭവിച്ചു ഏട്ടാ, ഞാനെല്ലാം പറയാം. അത് അന്ന് പത്മ മേഡത്തിന് പണം കൊടുക്കാൻ വേണ്ടി അവളൊരു പലിശക്കാരൻ്റെ കൈകളിൽ നിന്നാണ് പണം വാങ്ങിയത്. ഞാനാണ് ആ പണം വാങ്ങാനുള്ള ആളെ കാണിച്ചു കൊടുത്തത്. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആളാന്ന് പറയാം കേട്ടോ. എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ ഓർക്കേണ്ടേ, ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങൾ പണം വാങ്ങുന്നത് ശരിയാണോ? എന്നിട്ട് നന്ദിനി എവിടെ? നന്ദിനിയെ പലിശ കിട്ടാത്തത് കൊണ്ട് തന്നെ, ഈ ന്യൂസ് അറിഞ്ഞത് കൊണ്ട് തന്നെ അയാൾ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അയാളുടെ എല്ലാ സേവയും ചെയ്യാൻ വേണ്ടി അയാൾ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അയാളുടെ വീട്ടിലെ പണിയും അയാൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കലും അയാൾ എന്തൊക്കെയോ അതൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നന്ദിനിയെ പിടിച്ചു വെച്ചിരിക്കുക. നന്ദിനി എന്നല്ല, ഒരുപാട് പെണ്ണുങ്ങൾ അതിനുള്ളിലുണ്ട്. ഇതുപോലെ പലിശ കറക്റ്റ് സമയത്ത് തന്നില്ലെങ്കിൽ പലിശയ്ക്ക് പകരം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈടാക്കുകയാണെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന സൂര്യ പെട്ടെന്ന് ചേച്ചി ആതിര വണ്ടിയിൽ കയറിയേ, എവിടെയാണ് ഈ വീടൊന്നൊന്ന് കാണിച്ചു തന്നെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഈ പലിശക്കാരൻ ഈ ഗുണ്ടയോട് ചോദിക്കുകയാണ്, എടാ ഈ പെണ്ണിനെ ഇവിടെ പിടിച്ചു വെച്ച വല്ല പ്രശ്നമാവോ? ചോദിക്കാനും പറയാനൊക്കെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അവരൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ പെട്ടതാണ്, അത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് അല്ല, കണ്ടാൽ വല്ല കുടുംബത്തിൽ പിറന്ന നല്ല പെൺകുട്ടിയായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ചോദിക്കാനും പറയാനും ആൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നമാവുമെന്ന് പറയാം കേട്ടോ. അതൊന്നും വരത്തില്ല എന്ന് ഗുണ്ടകളും പറയുന്നു കേട്ടോ. അപ്പോഴാണ് ഗേറ്റ് കടന്ന് ആരോ വരുന്നത്. അതാരാടാ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, പലിശക്കാണെങ്കിലും അല്ല, ആ പെണ്ണും ഉണ്ടല്ലോ കൂടെ, അപ്പോൾ ആ പെണ്ണ് ആരെയോ വിളിച്ചു വന്നിരിക്കുകയാണല്ലോ, അത് ആരാടാ നിനക്കറിയും? എനിക്കറിയത്തില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഇവർ പുറത്തോട്ട് ഇറങ്ങാണ്, ഗുണ്ടകളും ഈ പലിശക്കാരനും കൂടി പുറത്തോട്ട് ഇറങ്ങാണ്, പലിശ കൊടുക്കുന്നവനും കൂടിയിട്ടോ. അപ്പോൾ ഈ സമയം ആതിരയെ കണ്ടോടെ തന്നെ, ഇത് ഏതാടി കൊച്ചേ, നീ ആരെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പലിശക്ക് പലിശ തന്നെ വേണം, അല്ലാതെ എൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ വെച്ച് തരണം, എൻ്റെ മുതലും കിട്ടിയതിന് ശേഷമാണ് ഞാൻ എന്തും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയടോ, തൻ്റെ പലിശയും തൻ്റെ പണവും ഇതടോ ഈ ഇരിക്കുന്നു, എൻ്റെ കൊച്ചിനെ ഇങ്ങോട്ട് വിടുക എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇയാൾക്കാണെങ്കിലും നന്ദിനിയിൽ നിന്ന് ഒരു കാര്യവും നിറവേറാൻ കഴിഞ്ഞില്ല. അത്രയും ആശിച്ചിരിക്കുന്നു ഇയാൾ. നന്ദിനിയെ കണ്ടപാടെ അന്നേ ഒരു കണ്ണുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നിറവേറാൻ പറ്റാത്തൊരു ഇയാൾ ചോദിക്കാണ്, ഇത് പറയാൻ നീ ആരാടാ വെച്ചേ? നീ എന്താ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്? ഇക്കാര്യത്തിൽ നീ ഇടപെടണ്ട, ഈ പെണ്ണും ഞാനും തമ്മിലുള്ള ഇടപാടാണെങ്കിൽ ഇവരും ഞാനും തമ്മിൽ തീർത്തോളാം, നീ പോ കൊച്ചേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സൂര്യ പറയണേ, ഞാൻ ആരോ എന്തോ എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് പണവും പലിശയുമാണ് വേണ്ടതെന്ന് നിങ്ങൾ പണം കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ കൊച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആരോ എന്തോ എന്നിരിക്കട്ടെ, നിങ്ങൾ മര്യാദക്ക് ഈ പണം, അതായത് ഈ പണം നിങ്ങൾ വാങ്ങിയിട്ട് നന്ദിനി അങ്ങ് പുറത്തിറക്കുക. അതൊന്നും നടക്കത്തില്ല. ആരാന്ന് പറയാതെ ഞാനെന്തിനാ പണം വാങ്ങുന്നത്? അതെനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ആരാന്നറിയാതെ നന്ദിനിയെ എനിക്ക് പുറത്ത് വിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേൾക്കുന്നതിനോട് കൂടി വീണ്ടും സൂര്യ പറയാണ്, നന്ദിനിയെ പുറത്തിറക്കുന്നോ? നന്ദിനിയെ പുറത്തിറക്കാനാണ് പറഞ്ഞത്. നന്ദിനിയെ പുറത്ത് വിടുമോ? നന്ദിനിയെ പുറത്ത് വിടുമോ എന്ന് പറയുമ്പോൾ, നിന്നോടല്ലേ ചോദിച്ചത് നന്ദിനിയെ പുറത്ത് വിടാൻ? നീ നന്ദിനിയുടെ ആരാന്ന് പറയടോ? ആരാന്ന് പറയാതെ ഞാൻ എങ്ങനെ പുറത്ത് വിടാൻ? അപ്പോഴേക്കും ആതിര അതിൽ കയറി ഇടപെടുകയാണ് കേട്ടോ. നന്ദിനിയുടെ ബാ എന്ന് പറയുമ്പോഴേക്കും, വേണ്ട, നീ മിണ്ടണ്ട, നീ മിണ്ടാതെ നിൽക്ക്, ഇയാളോട് ഞാൻ പറഞ്ഞത് നന്ദിനിയെ പുറത്തിറക്കാനാണ്. പണം തന്നു, പലിശ തന്നു, ഇനി നന്ദിനിയെ ഇവിടെ വെച്ചാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയുമ്പോൾ, ദേ ചെറുക്ക, വെറുതെ മനുഷ്യൻ്റെ കൈ മെനക്കെടുത്താതെ ഇവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുമ്പോൾ ഉടൻ തന്നെ അയാളുടെ നെഞ്ചത്തോട്ട് ഒരു കാല് വരുന്നതും അയാൾ സോഫയിൽ പോയി തെറിച്ച് വീഴുന്നു. ആ ഒരു രംഗമാണ്. ഇത് കാണുന്ന ഗുണ്ടകൾ പോലും ആകെ ഞെട്ടിപ്പോണ്. പിന്നീട് അവിടെ ഒരു അടിയുടെ പൊടിപൂരമാണ് കേട്ടോ. എല്ലാവരെയും നിലം പറ്റിക്കുന്ന ആ ഒരു സീനാണ്. സൂര്യ അവരെല്ലാവരെയും അടിക്കുകയാണ്. എന്നിട്ട് അയാളുടെ നെഞ്ചത്ത് കാലും വെച്ചിട്ട് സോഫയിലോട്ട് ഇങ്ങോട്ട് ചെരിച്ചിട്ടിട്ട് അയാളോട് ചോദിക്കേടോ, തനിക്ക് പണം കിട്ടിയാൽ പോരെ, താൻ എന്തിനാടോ നന്ദിനിയുടെ ആരാണ് ഞാനെന്ന് അന്വേഷിക്കുന്നത്? നന്ദിനിയുടെ ആരാണെന്ന് തനിക്കറിയേണ്ട. നന്ദിനിയുടെ ഭർത്താവും ആങ്ങളെയും അച്ഛനും അമ്മയും ഒക്കെ ആയി വരും, തനിക്കത് അറിയേണ്ട ആവശ്യമില്ല. അതിരെ പോയിട്ട് നന്ദിനിയെ രക്ഷിച്ചു കൊണ്ടുപോവാ. അപ്പോഴേക്കും നന്ദിനിയുടെ കൂടെ കുറേ പെൺകുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ഇത് കാണുന്ന സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കണം. അങ്ങനെ സൂര്യ പറയണ, എടാ, പലിശയുടെ മറവിൽ പലിശ കിട്ടാതാവുമ്പോൾ അവരവരുടെ ഭാര്യയെ, അതായത് മറ്റുള്ളവരുടെ ഭാര്യയെ നീ ഉപയോഗിക്കുകയാണോടാ? ഇത് ഈ വൃത്തികെട്ട പ്രവൃത്തിക്ക് ഒരിക്കലും ഇനി ഞാൻ കൂട്ടു നിൽക്കില്ലടാ. ഇതോടുകൂടി നിൻ്റെ ഈ പലിശയ്ക്ക് പണം കൊടുക്കില്ല, ഇതോടുകൂടി നിർത്തണം. നിർത്തിക്കാനും എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സൂര്യ കണക്കിന് കൊടുത്തിട്ട് അവരോടെല്ലാം പോയിക്കൊള്ളാൻ പറയാണ്. നിങ്ങൾ ഇയാൾക്ക് വേണ്ടി ഇത്രയും ദിവസം വെച്ചുണ്ടാക്കി കൊടുത്തില്ല, അതോടുകൂടി ഇയാൾക്ക് കൊടുക്കാനുള്ള പണത്തിൻ്റെ കടബാധ്യത തന്നെ തീർന്നു. ഇനി പലിശയും കൊടുക്കണ്ട, പണവും കൊടുക്കണ്ട.
ബാക്കിയുള്ള സ്ത്രീകളോടെല്ലാം സൂര്യ പറയാണ്. അങ്ങനെ നന്ദിനിയുടെ കൈ പിടിച്ചിട്ട് പറയണേ, ഇവളെൻ്റെ ഭാര്യയാണ്, അത് നിനക്കറിയാതെ പോയത് നിൻ്റെ തെറ്റ് എന്നും പറഞ്ഞിട്ട് അയാൾക്ക് കണക്കിന് കൊടുക്കുമ്പോൾ അയാൾ ആകെ കിളി പോയി നിൽക്കുകയാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു തിരിച്ചടി ഈ പറയുന്ന സൂര്യയിൽ നിന്നും കിട്ടിയിരിക്കുകയാണ് കേട്ടോ.